ഒരു പനി വന്നാൽ, ജലദോഷം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായാൽ നമുക്കൊക്കെ വിശ്വസിച്ച് പോകാൻ സാധിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാകും അല്ലേ? അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു ഡോക്ടറുണ്ട്, ഒരു കുട്ടി ഡോക്ടറുണ്ട് വയനാട്ടിൽ. കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും മുതിർന്നവരും ചികിത്സ തേടി ഈ ഡോക്ടറുടെ മുന്നിലെത്തും. 60 വർഷത്തിലേറെയായി തുടരുകയാണ് ഈ ആത്മബന്ധം. നമുക്ക് ആ ഡോക്ടറെ കുറിച്ചൊന്ന് അറിഞ്ഞു വരാം. പനി എപ്പോഴാണ് തുടങ്ങിയത്? പനി 2 ദിവസമായി. പനിക്കും ജലദോഷത്തിനുള്ളതാണ്. ഡോക്ടർ പി നാരായണൻ നായർക്ക് 88 വയസ്സായെങ്കിലും മാനന്തവാടിക്കാർക്ക് അദ്ദേഹം ഇപ്പോഴും ഡോക്ടർ നാരായണൻ കുട്ടിയാണ്. കുട്ടികളുടെ മാത്രമല്ല, മുതിർന്നവരുടെയും പ്രിയപ്പെട്ട ഡോക്ടർ. ഭയങ്കര ജലദോഷം, ഇങ്ങനെ മാനന്തവാടിക്കടുത്ത് എടവക സ്വദേശിയായ ഡോക്ടർ നാരായണൻ നായർ വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഒരു ജീവിത സാഫല്യം പോലെയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപനം. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 50 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ബാച്ചിൽ. ഇന്നത്തെ ബീച്ച് ഹോസ്പിറ്റലിൽ 2 വാർഡുകൾ മെഡിക്കൽ കോളേജാക്കി തിരിച്ചിട്ട് അവിടെയായിരുന്നു ക്ലാസ്സുകളൊക്കെ. പഠനശേഷം പാലക്കാട് ചിറ്റൂരിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ്. 1964 സ്വന്തം നാട്ടിലെ ഡോക്ടറായി. ഇടയ്ക്ക് 5 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. 1969 മുതൽ വിരമിക്കുന്നതുവരെ മാനന്തവാടിയിൽ തന്നെ ജോലി ചെയ്തു. 60 വർഷം മുമ്പ് തുടങ്ങിയ സ്വകാര്യ പ്രാക്ടീസ് ഡോക്ടർ നാരായണൻ നായർ 88-ാം വയസ്സിലും തുടരുന്നു. കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും മുതിർന്നവരും ചികിത്സ തേടിയെത്തും. ഇല്ല, പനിയൊന്നുമില്ല, വയറുവേദന മാത്രം. വയറ് കുറച്ച് കട്ടിയായ പോലെ ഉണ്ട്. ഇപ്പോൾ വയറ്റിന് സാധാരണ പോലെ പോലെ സാധാരണ ഉണ്ടാവോ? നെഞ്ചരിച്ചില്ല. ഒരു കാര്യം ചെയ്തോളൂ. അച്ഛനുള്ള സമയം മുതൽ അച്ഛനും ഇവിടെയായിരുന്നു ഡോക്ടർ കാണിക്കൽ. പിന്നെ ഇപ്പോൾ എൻ്റെ മക്കൾ 2 പേരുണ്ട്. ഒരാൾ 3-ാം ക്ലാസ്സിലും ഒരാൾ 7-ാം ക്ലാസ്സിലും. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെയാണ് കാണിക്കുക. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം ഇവിടെയാണ് വരിക. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ മരുന്ന് എഴുതൂല. കൃത്യമായ കുറച്ച് മരുന്നുകൾ മാത്രമേ എഴുതുള്ളൂ. ഇന്നലെ രാത്രി പെട്ടെന്ന് പനിയൊക്കെ കൂടി കരച്ചിലൊക്കെ ആയിരുന്നു. വയറ്റിന് 2 നേരം പോയി. നല്ല പരിചയമുള്ള ഒരു ജനറൽ പ്രാക്ടീഷണർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് മിക്കവാറും കേസുകൾ. കുടുംബ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ സ്പെഷ്യലിസ്റ്റ്, ഈസ് എ ജനറൽ പ്രാക്ടീഷണർ. അങ്ങേരുടെ അടുത്ത് വയറുവേദനയായാലും കണ്ണുവേദനയായാലും ഛർദി ആയാലും ഒക്കെ പോകും. അപ്പോൾ അത് അദ്ദേഹം അത് നോക്കിയിട്ട് സാധാരണഗതി മാനേജ് ചെയ്യുന്ന ആണെന്നാണെങ്കിൽ അദ്ദേഹം അത് പറയും, അല്ലെങ്കിൽ ഈ വിൽ ഡയറക്റ്റ് ഇറ്റ് ടു ദി കൺസേൺ സ്പെഷ്യാലിറ്റി. ഡോക്ടർ നാരായണൻ നായരെ കാണാനെത്തുന്നവരിൽ പകുതിയിലധികവും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരാണ്. അതിന് കാരണവുമുണ്ട്. ഞാൻ ഒക്കെ വളർന്നത് ആദ്യം ആദിവാസികളുടെ ഇടയിൽ തന്നെയാണ്. കാരണം അവരുടെ പോക്കറ്റിന് താങ്ങാവുന്ന വിധത്തിൽ മരുന്നുകൾ കൊടുക്കാവൂ എന്നുള്ളൊരു തോന്നൽ, അവർക്ക് കഴിയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു ജീവിത വ്രതം പോലെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന സേവനം കഴിയുന്നത്രയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ഡോക്ടറുടെ ആഗ്രഹം. ഈ വേറൊരു ജോലിയൊന്നും അറിയില്ലല്ലോ. ഏതായാലും ഈ അറിയുന്ന സംഗതികൾ കഴിയുന്നിടത്തോളം കഴിയുന്ന കാലത്തോളം അവർക്ക് ചെയ്തു കൊടുക്കുക, അതൊരു നല്ല കാര്യമാണെന്നുള്ള തോന്നൽ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ഒന്നും നിർത്താതെ മറ്റു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. ഈ പണത്തിനേക്കാൾ ഉപരി സേവനത്തിന് പ്രാധാന്യം നൽകുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ തന്നെ ഭാഗ്യവും അഭിമാനവും ഒക്കെയാണല്ലേ. എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡോക്ടറെ കുറിച്ച് കൂടുതൽ പറയാൻ. കമൽ, വയനാട്ടിലെ ആദ്യ ബിരുദധാരിയാണ്, മെഡിക്കൽ ബിരുദധാരിയാണ്. ആ ഡോക്ടറിൽ വയനാട്ടുകാർ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. റിട്ടയർമെൻറ്റ്, ആ ഒരു വിശ്രമ ജീവിതത്തിലേക്കൊക്കെ കടക്കേണ്ട പ്രായം എപ്പോഴേ കഴിഞ്ഞു. പക്ഷേ ഡോക്ടർ വിശ്രമിക്കാൻ തയ്യാറല്ല അല്ലേ? മാനന്തവാടിക്കാരുടെ പ്രിയപ്പെട്ട നാരായണൻകുട്ടി ഡോക്ടർ എൻ്റെയും പ്രിയപ്പെട്ട ഡോക്ടറാണ്. ഞാൻ ജനിച്ചത് മുതൽ ഏതാണ്ട് 12 വയസ്സ് വരെ എന്നെ ചികിത്സിച്ച ഡോക്ടറാണ്. എൻ്റെ മക്കളെ ചികിത്സിച്ച ഡോക്ടറാണ്. ഇപ്പോഴും ചെറിയ മകനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അവർക്ക് അദ്ദേഹം ഡോക്ടർ അച്ചച്ചനാണ്. ഇതെൻ്റെ മാത്രം കാര്യമല്ല, മാനന്തവാടിയിലെ ഒരുപാട് ആളുകൾ 1, 2, 3 തലമുറകളായി
ഈ ഡോക്ടറെ അടുത്ത് തന്നെയാണ് ചികിത്സയ്ക്ക് പോകുന്നത്. സ്റ്റോറി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നതിൽ പകുതിയിലധികം ആദിവാസി മേഖലയിൽ നിന്നുള്ളവരാണ്. അവരുമായുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയബന്ധം നമ്മൾ കാണേണ്ടതാണ്. അവിടെ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട്, പലരും മുതിർന്ന ആദിവാസി സ്ത്രീകളൊക്കെ മക്കളെയൊക്കെ കൂട്ടി വന്നാൽ ടോക്കൺ എടുത്ത് കാത്തു നിൽക്കൊന്നുമില്ല, അധികാരത്തിൽ കയറി കസേരയിലങ്ങ് ഇരിക്കും. അത്ര ആത്മബന്ധമാണ് ഈ ആദിവാസി വിഭാഗങ്ങളുമായി ഡോക്ടർക്കുള്ളത്. എന്തായാലും ഇപ്പോൾ 88 വയസ്സായി. ഇപ്പോഴും മാനന്തവാടിയിലെ ആളുകൾ കുഞ്ഞുങ്ങൾക്കൊരു അസുഖം വന്നാൽ, മുതിർന്നവരും ഒരുപാട് പേർ ഒരു അസുഖം വന്നാൽ ആദ്യം ആലോചിക്കുന്നത് നാരായണൻകുട്ടി ഡോക്ടറെ കുറിച്ചാണ്. ഇനിയും ഒരുപാട് കാലം ആളുകളെ ചികിത്സിക്കാനും. തീർച്ചയായും കമൽ, അത് തന്നെയാണ് കമൽ ആദ്യം പറഞ്ഞതുപോലെ. കമലിന്റെ മക്കളാണെങ്കിലും ഡോക്ടർ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ എത്രത്തോളം ആത്മബന്ധം രോഗികൾക്ക് ഈ ഡോക്ടറുമായി ഉണ്ട്, അവിടെ ഉള്ളവർക്കൊക്കെ ഡോക്ടറുമായി ഉണ്ട് എന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. ശരി കമൽ.